പ്രിയ പ്രേക്ഷകരെ, മലയാളിയായ അനിൽ മേനോൻ, പാലക്കാട് വേരുകളുള്ള അനിൽ മേനോൻ ബഹിരാകാശ യാത്ര നടത്തിയതും അതിനുശേഷം അദ്ദേഹം നടത്തിയ സ്പേസ് വോക്കുമൊക്കെ നമ്മൾ എത്രയോ അഭിമാനത്തോടു കൂടിയാണ് വാർത്തയായി പങ്കുവച്ചത്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യത്തെക്കുറിച്ച് നമ്മൾ വാർത്തകൾ ന്യൂസ് ടെൻസിലൂടെ അടക്കം പങ്കുവച്ചിട്ടുണ്ട്. ഇവിടെ ഇതാ ബഹിരാകാശ രംഗത്ത് വലിയ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ മുന്നിൽ നിൽക്കുന്ന ചൈന നടത്തിയ ഒരു മുന്നേറ്റത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഇനി പങ്കുവെക്കേണ്ടതായി വരുന്നത്. ഒരു പക്ഷേ ഈ വാർത്ത പ്രേക്ഷകരിൽ പലർക്കും കൗതുകം ഉണർത്തിയേക്കാം. അതിൽ തന്നെ സൂചിപ്പിക്കേണ്ടത് ഈ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, അതായത് നമ്മളിപ്പോൾ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലേക്ക് പോലും ഇത്തരം ചെറിയ ചുവടുവെപ്പുകളിലൂടെയാണ് തുടക്കം കുറിച്ചത് എന്നതാണ്. ഇവിടെ ഇതാ സൂചിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല, ബഹിരാകാശത്ത് വീണ്ടും നെൽകൃഷി വിജയകരമായി നടത്തിയിരിക്കുകയാണ് ചൈന. അത് സൂചിപ്പിക്കേണ്ടത് ഇതാദ്യമായല്ല ചൈന ഇങ്ങനെ ബഹിരാകാശത്ത് നെൽകൃഷി നടത്തുന്നത്. അതുകൊണ്ടാണ് ആവർത്തിച്ച് പറഞ്ഞത് ചൈന ബഹിരാകാശത്ത് ഒരിക്കൽ കൂടി നെൽകൃഷി വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ളത്. ഇനി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ, ചൈനയുടെ ബഹിരാകാശ നിലയം ആണ് ടിയാൻഗോങ് എന്നത്. ഈ ടിയാൻഗോങ്ങിൽ ആണ് ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളും വിളവെടുപ്പും ഒക്കെ നടത്തിയത് എന്നതാണ്. ഈ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടന്നത് ഈ ടിയാൻഗോങ്ങിലെ ബഹിരാകാശ നിലയത്തിലാണ്. അവിടെ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കേണ്ട, നമ്മുടെ നാട്ടിലേതുപോലെയുള്ള വിശാലമായ നെൽത്തടം ഒന്നുമല്ല ഉദ്ദേശിച്ചത്. ഒരു ചെറിയ സ്പേസിൽ കുറച്ച് നെൽവിത്തുകൾ മുളപ്പിച്ചെടുത്ത് അത് വളർത്തി 2 മാസത്തിന് ശേഷം വിളവെടുത്തു എന്നതാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇതാണോ ഇത്ര വലിയ കാര്യമെന്നൊക്കെ പ്രേക്ഷകർക്ക് തോന്നാം, പക്ഷേ അത് അത്രമേൽ വലിയ കാര്യം തന്നെയാണ്. അതായത് ഭൂമിക്ക് പുറത്ത് മനുഷ്യന് പറ്റുന്ന തരത്തിലുള്ള കൃഷി സാധ്യമോ എന്നതാണ്. അവിടെ ഒട്ടേറെ സവിശേഷതകളുണ്ട്. ഇപ്പോൾ നെൽകർഷകർക്കൊക്കെ അറിയാം, അവർ കൃഷി ചെയ്യുമ്പോൾ അതിന് കൃത്യമായ വളം നൽകേണ്ടതുണ്ട്, വെള്ളം നൽകേണ്ടതുണ്ട്, കീടനാശിനി പ്രയോഗം നടത്തേണ്ടതുണ്ട്, കീടങ്ങളുടെ ശല്യത്തിൽ നിന്ന് അതുപോലെ തന്നെ എലി ശല്യത്തിൽ നിന്നൊക്കെ ഇതിനെ മോചിപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ ബഹിരാകാശത്ത് കൃഷി നടത്തുമ്പോൾ ഇത്തരം പ്രതിസന്ധികളൊന്നും ഇല്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനി ഈ ദൗത്യം ഷെൻഗോ എന്ന ദൗത്യം ആണ് അവർ നടത്തിയത്. ആ ഷെൻഗോ ദൗത്യത്തിൻ്റെ 3ാം ഭാഗമാണ് ഇപ്പോൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ളത് എന്നതാണ്. ഇതിൻ്റെ ഘട്ടം ഒന്ന് ഞാൻ പ്രേക്ഷകരുമായി പങ്കുവെക്കാം. ഈ വർഷം, അതായത് 2026 മെയ് 24 ഭൂമിയിൽ നിന്ന് നെൽവിത്തുകൾ ഷെൻഗോയിലേക്ക് എത്തിച്ചത്. അങ്ങനെ ഷെൻഗോ ദൗത്യത്തിൻ്റെ ഭാഗമായി ടിയാൻഗോങ്ങിലേക്ക് എത്തിച്ചത്. ഇവിടെ സൂചിപ്പിക്കേണ്ടത്, ഇതിനു മുമ്പ് നെൽവിത്തുകൾ ഭൂമിയിൽ വെച്ച് തന്നെ മുളപ്പിച്ച് ആ മുള പൊട്ടിയതിന് ശേഷമുള്ള നെൽവിത്തുകൾ ബഹിരാകാശത്ത് എത്തിക്കുകയും അങ്ങനെ കൃഷി നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്നാൽ വിത്തുകളായിരുന്നു ബഹിരാകാശത്തേക്ക് എത്തിച്ചത്. അതിനുശേഷം ആ വിത്തുകൾ മുള പൊട്ടിയതടക്കം ഈ ടിയാൻഗോങ്ങിലെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൽ, ബഹിരാകാശ നിലയത്തിൽ ആണ് എന്നതാണ് ഇത്തവണത്തെ ദൗത്യത്തിൻ്റെ പ്രത്യേകത. ഇങ്ങനെ 2 മാസം നെൽവിത്ത് ഈ ബഹിരാകാശ നിലയത്തിൽ എത്തിച്ച് പിന്നീട് അതിന് മുള പൊട്ടി അതിനെ പരിപാലിച്ച് 2 മാസത്തിന് ശേഷം വിളവെടുപ്പ് നടത്താൻ ചൈനയ്ക്ക് സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയ ബഹിരാകാശ യാത്രികൾ സു യാങ്സു, ഷാങ് ഷിയാങ്വൻ, ലേ കായ്, ഈ 3 പേർ ആയിരുന്നു ഈ ദൗത്യം ഏറ്റെടുത്തത്. പ്രിയ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത്, ഇപ്പോൾ അനിൽ മേനോൻ ബഹിരാകാശത്ത് നടത്തുന്ന പല ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യത്തിൻ്റെ ഭാഗമായാണ് സ്പേസ് വോക്ക് നടത്തിയത്. അതുപോലെ ഒരു പരീക്ഷണം തന്നെയായിരുന്നു, ഒരു ഉദ്യമം തന്നെയായിരുന്നു ഈ നെൽകൃഷിയുടെ വിളവെടുപ്പ് എന്നത്. അത് അങ്ങേയറ്റം വിജയകരമായി നടത്തിയെന്ന് മാത്രവുമല്ല, ഈ ദൃശ്യങ്ങളടക്കം ചൈന പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ്. ഇനി സൂചിപ്പിച്ചു, അതായത് രാജ്യത്തിന്, നമ്മുടെ ഭൂമിക്ക് പുറത്ത് ഉൾപ്പെടെ കൃഷി സാധ്യമാണോ, അങ്ങനെയെങ്കിൽ കൃഷി നടത്തി അവിടെ നിന്ന് ഈ ഉൽപ്പന്നങ്ങൾ ഭൂമിയിലേക്ക് എത്തിക്കുക, ഇതൊക്കെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പരീക്ഷണങ്ങളാണ് എങ്കിൽ ഇപ്പോൾ ഈ പരീക്ഷണത്തിൽ ഊന്നൽ നൽകുന്നത് ബഹിരാകാശ യാത്രികൾക്കുള്ള ഭക്ഷണം. നമുക്കറിയാം, ബഹിരാകാശത്ത് പ്രത്യേകമായ സംവിധാനങ്ങൾ ആണ്. ഭൂമിയിൽ നിന്ന് തന്നെ അവർക്ക് ആവശ്യമായ ഭക്ഷണം ക്രമീകരിച്ചുകൊണ്ട് അത് ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നതെങ്കിൽ, ബഹിരാകാശ യാത്രികർക്ക് ആവശ്യമായ ഭക്ഷണം ബഹിരാകാശത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ, അവിടെ തന്നെ അതിനെ പാകം ചെയ്ത് രൂപപ്പെടുത്താൻ പറ്റുമോ, ഭക്ഷ്യയോഗ്യമാക്കാൻ പറ്റുമോ എന്ന പരീക്ഷണത്തിൻ്റെ ഭാഗമായാണ് ഈ നെൽകൃഷി ചൈന ബഹിരാകാശത്ത് നടത്തിയത്. അതോടൊപ്പം തന്നെ ചൊവ്വ ചാന്ദ്രയാത്രകൾ, ഈ യാത്രകളിലും സ്വാഭാവികമായും മുന്നേറ്റം നടത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി നിരവധി മനുഷ്യരെ അയക്കും. ആ സമയത്ത് അവർക്ക് ആവശ്യമായ ഭക്ഷണം ഉൾപ്പെടെ സ്വയം നിർമ്മിച്ചുകൊണ്ട് അത് ഉപയോഗിക്കാൻ സാധിക്കുമോ, അങ്ങനെ ചൊവ്വ ചാന്ദ്ര യാത്രകൾ ഉൾപ്പെടെ സ്വയം പര്യാപ്തമാക്കാൻ സാധിക്കുമോ എന്നതാണ് ഇപ്പോൾ ഈ ബഹിരാകാശ ദൗത്യത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകുന്നത്. ഇതോടൊപ്പം ഞാൻ സൂചിപ്പിച്ചു, ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇത് ചൈനയുടെ ആദ്യത്തെ നേട്ടമല്ല.
ആദ്യ വിളവെടുപ്പ് ചൈന 2022 തന്നെ നടത്തിയിരുന്നു എന്നതാണ്. അതിൽ എടുത്തു പറയേണ്ടത് 6 നെൽവിത്തുകൾ ആയിരുന്നു ചൈന ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് എത്തിച്ചത്. അവിടെ 120 ദിവസം കൊണ്ടാണ് ഈ ബഹിരാകാശത്ത് വിളവെടുപ്പ് നടത്താൻ ചൈനയ്ക്ക് സാധിച്ചത്. 120 ദിവസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതാണ്ട് 4 മാസം എന്നതാണ്. അവിടെയാണ് ചൈന കുറച്ചുകൂടി മുന്നോട്ട് പോയത്. 2 മാസം കൊണ്ട് ഇത്തവണ വിളവെടുപ്പ് നടത്താൻ സാധിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ വിളവെടുപ്പ് നടത്തിയ 59 പുതിയ വിത്തുകൾ, അതായത് ചൈനയിലെ ബഹിരാകാശ നിലയത്തിൽ എത്തിച്ച് ചൈന വിളവെടുത്ത വിത്തുകൾ തിരികെ ചൈന ഭൂമിയിലേക്ക് എത്തിച്ചു. അതിനുശേഷം, അതായത് നമ്മുടെ ഭൂമിയിൽ ഒരു നെൽച്ചെടി വളർന്ന് അതിൽ നെൽവിത്ത് വീണ്ടും രൂപപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഫലമുണ്ടാകുമ്പോൾ ആ നെൽവിത്തിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് ബഹിരാകാശത്ത് എത്തിച്ച് അവിടെ കൊയ്തെടുത്ത ആ നെൽവിത്തിന് സംഭവിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് ചൈന എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം ഈ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിക്കേണ്ടത്, ഈ വിളവെടുപ്പിന് ശേഷം വേരുകളിൽ നിന്ന് തളിരുകൾ വളർത്തുന്ന ഒരു രീതി നമുക്കറിയാം. നെൽകർഷകർക്ക് കൃത്യമായി ബോധ്യമുള്ള ഒന്നാണ്. ഒരു തവണ വിത്തെറിഞ്ഞ് ആ വിത്ത് മുള പൊട്ടി നെൽച്ചെടിയായി വളർന്ന് പിന്നീട് അത് കൊയ്തെടുത്താൽ അതിൽ നിന്ന് രണ്ടാമതൊരിക്കൽ കൂടി വിളവെടുപ്പ് എന്നത് സാധ്യമല്ല. ചൈന ഇവിടെ പരീക്ഷിക്കുന്നത് ബഹിരാകാശത്ത് വിത്ത് വളർത്തി അതിൽ നിന്ന് വിളവെടുത്തതിന് ശേഷം വേരുകളിൽ നിന്ന്, ആ വിളവെടുത്ത ചെടിയുടെ വേരുകളിൽ നിന്ന് വീണ്ടും വിളവെടുപ്പ് നടത്താൻ പറ്റുമോ എന്ന പരീക്ഷണം ഇപ്പോൾ ചൈന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ സൂചിപ്പിച്ചു, പലതരത്തിലുള്ള, അതായത് ആ വിത്തുകൾ തിരികെ ഭൂമിയിൽ എത്തിച്ച് ഭൂമിയിൽ കൃഷി ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് കൂടുതൽ അത്യുൽപാദന ശേഷി ഉണ്ടാകുമോ? ഒപ്പം ഭൂമിയിലെ നെൽവിത്ത് അവിടേക്ക് കൊണ്ടുപോയി കൃഷി ചെയ്യുക. മറ്റൊരു കൃഷി എന്നത് ഈ ചൈന ബഹിരാകാശത്ത് തന്നെ വിളവെടുത്ത നെൽവിത്ത് അത് വീണ്ടും ആ ബഹിരാകാശത്ത് തന്നെ കൃഷി ചെയ്ത് അതിനെന്ത് മാറ്റങ്ങളാണ് ഉണ്ടാവുക? അത് കൂടുതൽ ഉൽപാദന ശേഷിയുള്ളതാണോ? കൂടുതൽ ഭക്ഷ്യയോഗ്യമാണോ? ഇത്തരത്തിലുള്ള നിരവധിയായ പരീക്ഷണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കൃഷി രീതിയെ വിശേഷിപ്പിക്കേണ്ടത് മൈക്രോ ഗ്രാവിറ്റിയിലെ കൃഷി. അതായത് ബഹിരാകാശത്ത് മൈക്രോ ഗ്രാവിറ്റിയാണുള്ളത്. ഭൂമിയിലേതുപോലെയുള്ള ഗുരുത്വാകർഷണ സംവിധാനം അല്ല ഉള്ളത്, ഭൂമിയിലേതുപോലുള്ള അന്തരീക്ഷമല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ സവിശേഷമാകുന്ന തരത്തിൽ കൃഷി ബഹിരാകാശത്ത് സാധ്യമാകുമോ എന്ന പരീക്ഷണം കൂടിയാണ് ഇപ്പോൾ ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കൃഷി 100% വിജയിക്കുന്നു എന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം, ചൈനയുടെ ബഹിരാകാശ യാത്രികരെ, ചൈനയുടെ ബഹിരാകാശ ഗവേഷകരെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാകുന്ന നേട്ടമാണ്. ഇതിൻ്റെ ഒരു ചുവടുവെപ്പിൻ്റെ ഭാഗമായി വരും കാലങ്ങളിൽ ബഹിരാകാശത്ത് കൃഷി ചെയ്ത് ആ കൃഷിയിൽ നിന്നുണ്ടാകുന്ന വിളവ് ഭൂമിയിലേക്ക് എത്തിക്കുന്നത് വിദൂരമല്ല എന്നാണ് ചൈനയിലെ ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.